നോക്കൂ, ഇപ്പം 1980 ഈ പറയുന്ന മണ്ഡൽ കമ്മീഷൻ, ക്ഷമിക്കണം, 90 മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയൊരു അജിറ്റേഷൻ ഇന്ത്യ ഉടനീളം നടന്നിരുന്നു. അന്ന് സമരത്തിൽ പങ്കാളിയായിരുന്നില്ല എന്ന് മാത്രമല്ല, ആ സമരത്തെ എതിർത്ത വിഭാഗമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അന്ന് കോൺഗ്രസിൻ്റെ കാൽക്കുലേഷൻ എന്ന് പറയുന്നത് BJP വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു വശത്തുകൂടി BJP മുന്നോക്ക ബ്രാഹ്മണ സവർണ വിഭാഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി വളർന്നു വരുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന പിന്നാക്കക്കാർക്ക് സംവരണം ഏർപ്പെടുത്തുന്ന മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ടിനെ അനുകൂലിച്ചാൽ തങ്ങളെ ട്രഡീഷണലായി പിന്തുണച്ചുകൊണ്ടിരിക്കുന്ന മുന്നാക്ക വിഭാഗങ്ങൾ, സവർണ വിഭാഗങ്ങൾ പാർട്ടിയിൽ നിന്നും അകന്നു പോകും എന്നൊരു വിലയിരുത്തലിലേക്ക് കോൺഗ്രസ് എത്തുകയും അങ്ങനെ രാജ്യത്ത് സുപ്രധാനമായ മാറ്റങ്ങൾ വരുത്താൻ സാധ്യമായിരുന്ന ഒരു റിപ്പോർട്ടിൻ്റെ നടപ്പാക്കലിനെതിരെ സമരരംഗത്തിറങ്ങുകയും ചെയ്തു കോൺഗ്രസ്. എന്താണ് കോൺഗ്രസിന് സംഭവിച്ചത്? ഫലത്തിൽ BJPയുടെ പിന്നിലേക്ക് സവർണരും മുന്നോക്കക്കാരും അണിനിരക്കുകയും എന്നാൽ കോൺഗ്രസിനെ കാലാകാലങ്ങളായി പിന്തുണച്ചുകൊണ്ടിരുന്ന പിന്നാക്ക വിഭാഗങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് പോവുകയും ചെയ്തു. അതോടുകൂടിയാണ് ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൻ്റെ തകർച്ച ആരംഭിക്കുന്നത്. ഈ ചരിത്ര വസ്തുത കോൺഗ്രസ് മനസ്സിലാക്കേണ്ടതുണ്ട്. കഴിഞ്ഞ 4 സംസ്ഥാന തിരഞ്ഞെടുപ്പുകൾ നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഒരു നിമിഷം പോലും BJPയുടെ ഏതെങ്കിലും ഒരു നേതാവ് ഈ പറയുന്ന രാജസ്ഥാനിലോ മധ്യപ്രദേശിലോ ഛത്തീസ്ഗഡിലോ അങ്ങനെ തെലങ്കാനയിലോ വന്നിട്ട് രാമക്ഷേത്രമെന്നോ ശ്രീരാമനെന്നോ അല്ലെങ്കിൽ ഹിന്ദുത്വം എന്നോ ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. അവർക്കിനി അത് സംസാരിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഡിഫോൾട്ടായിട്ട് അവിടെ ഉണ്ട്. കാരണം വെച്ചാൽ അത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ഇനി BJP ഞങ്ങൾ ഹിന്ദുത്വയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നതെന്നും ഞങ്ങളുടെ രാഷ്ട്രീയം ഹിന്ദുത്വ രാഷ്ട്രീയമാണ് എന്നും ഇന്ത്യയിൽ പറയാൻ പോകുന്നില്ല. അത് അവിടെ തെളിയിക്കപ്പെട്ടൊരു യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് അവർ പ്രവർത്തിച്ചു കൊണ്ടുവരിക്കുന്നു. ഇപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ അവർ പ്രവർത്തിക്കുന്നു, യൂണിഫോം സിവിൽ കോഡിൻ്റെ കാര്യത്തിൽ അവർ അതിന് ശ്രമിക്കുന്നു, അയോധ്യയിൽ അവർ അനുകൂലമായ വിധി നേടിയെടുത്തിരിക്കുന്നു, അവിടെ ഒരു രാമക്ഷേത്രം പണിഞ്ഞിരിക്കുന്നു, അതിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു. ഇന്ത്യയുടെ മുമ്പിൽ അവരിനി ഹിന്ദുത്വ എന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല. അവരവരുടെ നെറ്റ്വർക്ക് കൂടുതൽ വികസിപ്പിക്കാനാണ് പോകുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികളാണ് ആവിഷ്കരിക്കുന്നത്. അതുകൊണ്ട് ആ ഹിന്ദുത്വ എന്ന് പറയുന്ന മുദ്രാവാക്യത്തിന് എതിരായി ഒരു നിലപാടെടുത്താൽ തങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടാതെ പോകുമെന്നൊരാശങ്ക ഇനി കോൺഗ്രസ്സിന് വേണ്ട. കാരണം അത് കിട്ടാനേ പോകുന്നില്ല. അത് എസ്റ്റാബ്ലിഷ്ഡായ ഒരു റിയാലിറ്റിയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ നേരത്തെ സ്മൃതി പറഞ്ഞു അവിടെ ഹിന്ദുത്വ പ്രതിഷ്ഠയാണ് വെക്കാൻ പോകുന്നത്. ശരിയാണ്. ആ ഹിന്ദുത്വ പ്രതിഷ്ഠ അവിടെ നടക്കുമ്പോൾ നമ്മളതിൽ പങ്കെടുക്കാതിരുന്നാൽ ഈ മുന്നാക്ക വിഭാഗങ്ങൾ, സവർണ വിഭാഗങ്ങൾ നമ്മൾക്കെതിരാകുമോ? അങ്ങനെ നമ്മളുടെ വോട്ട് അവിടെ നഷ്ടപ്പെടുമോ എന്നൊരു ആശങ്കയിലേക്ക് ഇനി കോൺഗ്രസ് സഞ്ചരിക്കേണ്ട. കാരണം ആ വിഭാഗങ്ങളുടെ വോട്ട് കോൺഗ്രസ്സിനില്ല. അത് കോൺഗ്രസ് തിരിച്ചറിയുകയും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജനാധിപത്യം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് മാത്രമല്ല, അത് അതിലെ ഒരു പ്രക്രിയ മാത്രമാണ്. എന്നാൽ ജനാധിപത്യം വളരെ വിശാലമായൊരു ഭൂമികയാണ്. അവിടെ ചരിത്രപരമായ ചില നിലപാടുകൾ എടുക്കേണ്ടതുണ്ട്. അത്തരം ചരിത്രപരമായ നിലപാടുകൾ എടുക്കുമ്പോഴാണ് നിങ്ങൾ അംഗീകരിക്കപ്പെടുക, നിങ്ങൾ തിരിച്ചറിയപ്പെടുക. അങ്ങനെ ഒരു ഘട്ടമാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായൊരു നിലപാട് ഈ പറയുന്ന പാർലമെൻ്ററി രാഷ്ട്രീയത്തിൻ്റെ ടാക്ടിക്സും ഈ പറയുന്ന വോട്ടർ പൊളിറ്റിക്സും ഒക്കെ മാറ്റിവെച്ചുകൊണ്ട് ഇതൊരു ചരിത്ര സന്ദർഭമാണെന്നും ഇവിടെ ഒരു പള്ളി തകർത്ത് അതിൻ്റെ മുകളിലാണ് ഒരു ശ്രീരാമക്ഷേത്രം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നതെന്നും ആ വിധി അങ്ങേയറ്റം പ്രതിലോമകരമായൊരു കാര്യമാണെന്നും ആ തകർക്കപ്പെട്ടത് ഇന്ത്യയെ തന്നെയാണെന്നും മനസ്സിലാക്കിക്കൊണ്ട് ഒരു ദേശീയ പാർട്ടി എന്ന നിലയിൽ, മതേതര പാർട്ടി എന്ന നിലയിൽ, ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ പാടില്ല. അതുകൊണ്ട് ഒരു വോട്ട് പോലും കോൺഗ്രസിന് നഷ്ടമാകാനും പോകുന്നില്ല, ഒരു വോട്ട് പോലും കൂടുതൽ കിട്ടാനും പോകുന്നില്ല. ഇതാണ് എൻ്റെ വിലയിരുത്തൽ. Meet the editors.